നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മാനോറ്റസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ UK പോലൊരു രാജ്യത്തേക്ക് വരുന്നത് നല്ലൊരു ജോലി കിട്ടി നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പൊ UK എക്സ്പെൻസ് ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാടകയായാലും സാധനങ്ങളുടെ വിലയായാലും ഇലക്ട്രിസിറ്റി ആയാലും എല്ലാം നല്ലതുപോലെ കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് സേവിങ്സ് വളരെ കുറവാണ്. മുൻപത്തെ പോലുള്ള സേവിങ്സ് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. നമ്മൾ രണ്ടുപേരും ഏകദേശം ഫുൾ ടൈം തന്നെ ജോലി ചെയ്താൽ മാത്രമേ എങ്ങനെയെങ്കിലും നമുക്ക് കാര്യങ്ങൾ തള്ളിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ അവേഴ്സ് ഒക്കെ ചെയ്ത് കുറച്ച് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എക്സ്ട്രാ അവേഴ്സ് ഒക്കെ ചെയ്ത് ഇൻകം ഉണ്ടാക്കുമ്പോഴും നമ്മൾ മറ്റു മാർഗങ്ങളിലൂടെ അനാവശ്യമായിട്ട് പൈസ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് UK നമുക്ക് ഒരുപാട് ഫൈനുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മലയാളികൾക്ക്. അറിവില്ലായ്മ മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ UK നമ്മൾ മലയാളികൾക്ക് അനാവശ്യമായിട്ട് പൈസ നഷ്ടമാകുന്ന മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം തന്നെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളാണ്. നമ്മളോട് ഓരോരുത്തരും ഷെയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ UK പുതിയതായിട്ട് UK വരാൻ ആഗ്രഹിക്കുന്നവരും നിർബന്ധമായിട്ട് കണ്ടിരിക്കുക. കാരണം നിങ്ങൾ ജോലി ചെയ്ത പൈസ വെറുതെ കളയാതിരിക്കാൻ ഇത് ഉപകരിക്കും. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഇപ്പോൾ UK അല്ലെങ്കിൽ ഉടനെ UK വരാൻ ആഗ്രഹിക്കുന്നവർക്ക്. പിന്നെ ഒരു കാര്യം, നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലും വാട്സ്ആപ്പ് കൂട്ടായ്മകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. UK ഏറ്റവും കൂടുതൽ പേർക്ക് ഫൈൻ കിട്ടുന്നത് എന്തിനാണ്? സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. നമ്മൾ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ട്രാവലിംഗ് അല്ലെങ്കിൽ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ഫൈൻ കിട്ടുന്നത്. പ്രധാനമായിട്ടത് അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചോ പറഞ്ചോ ഒക്കെ വണ്ടി ഓടിക്കും. അവിടെ നിയമങ്ങളൊന്നും നമ്മൾ പാലിക്കാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ UK പുതിയതായിട്ട് വന്ന ഒരുപാട് പേര് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ UK നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കുറച്ച് നാളൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മാത്രമേ വണ്ടി എടുക്കാറുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. UK എത്തിയാൽ ഉടനെ തന്നെ ഒരു വണ്ടി എടുക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അതിനുള്ള കാരണങ്ങൾ പലതാണ്. പണ്ട് നമ്മൾ UK എത്തിയാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ മെയിൻ ആപ്ലിക്കന്റ് വരുന്നതിന്റെ അടുത്ത് തന്നെ ഡിപ്പെൻഡന്റും ഒക്കെ ജോലി കിട്ടുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് UK വരുന്നവർക്ക് അങ്ങനെ പെട്ടെന്ന് അടുത്തൊക്കെ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ദൂര സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ജോലി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കാർ ഇല്ലാതെ പറ്റുകയില്ല. അവരൊരു കാർ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നും ചിന്തിക്കില്ല, ഒരു കാർ അങ്ങ് എടുക്കുകയാണ്. പിന്നെ മറ്റു കാർ എടുക്കുന്നതിന് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. നമുക്ക് ഒരു മാസം ശമ്പളം വേണ്ടി വരത്തില്ല ഒരു കാർ എടുക്കുന്നതിന്. നല്ലൊരു കാർ എടുക്കുന്നതിന് ഇപ്പോൾ 1000 പൗണ്ട് കൊടുത്താൽ ഇവിടെ നല്ല കാറുകൾ കിട്ടാറുണ്ട്. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാവുന്ന കാറുകൾ കിട്ടാറുണ്ട്. 1 ലക്ഷം രൂപയ്ക്കൊക്കെ നല്ല കാറുകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഒരു കാർ അങ്ങ് എടുക്കാറുണ്ട്. ഈ കാർ എടുത്തു കഴിയുമ്പോൾ ഇവര് ശ്രദ്ധിക്കും. ഇവരുടെ ഇൻഷുറൻസും ടാക്സും ഒക്കെ എടുക്കാറുണ്ട് കറക്റ്റായിട്ട്. അത് നമ്മൾ എടുക്കേണ്ടപ്പം അത് എടുക്കും. പക്ഷെ അത് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ഇവര് ശ്രദ്ധിക്കാറില്ല. അതിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ഫൈൻ കിട്ടുന്നത് പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്റെ അറിവിൽ ഇപ്പോൾ UK എത്തിയ ഒരു 100-200 പേരുടെ പാർക്കിംഗ് ഫൈൻ ടിക്കറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അയച്ചു തരും ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട്. ഈ പാർക്കിംഗ് ഫൈൻ നമ്മൾ UK എവിടെ പോയാലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാർ പാർക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് ഏരിയയിലാണോ, അവിടെ വെച്ചിട്ടുള്ള സൈൻ ബോർഡുകളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ, അവിടെ ഇപ്പോൾ ഫ്രീ പാർക്കിംഗ് ആണെങ്കിൽ എത്ര സമയമാണ് ഫ്രീ പാർക്കിംഗ്, അതല്ല പെയ്ഡ് പാർക്കിംഗ് ആണെങ്കിൽ നമ്മൾ ആദ്യം പേ ചെയ്യണോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പേ ചെയ്യണോ, ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് നടത്തുക. പേയ്മെന്റ് നടത്തി നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടതാണെങ്കിൽ ആ ടിക്കറ്റ് നമ്മുടെ കാറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതല്ല നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കും. ഒരുപാട് പേർക്കാണ് അങ്ങനെ ഫൈൻ കിട്ടുന്നത്. പലരും കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഡിസേബിൾ പാർക്കിംഗ് ബേയിൽ കൊണ്ട് പാർക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു നേരത്തെ ഒന്നും. അതുകൊണ്ട് തന്നെ അത് ആർക്കും അറിയില്ല ഇവിടെ. അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പാർക്ക് ചെയ്യേണ്ട ഏരിയ ഉണ്ട്. അങ്ങനെയുള്ള പാർക്കിംഗ് ഏരിയയിലൊക്കെ കുട്ടികളില്ലാത്തവർ കൊണ്ട് പാർക്ക് ചെയ്യാറുണ്ട്. അവർക്ക് ഫൈൻ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ യെല്ലോ ലൈനിൽ കാർ പാർക്ക് ചെയ്തിട്ട് പോയാൽ മലയാളിക്ക് ഫൈൻ കിട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ UK എത്തി നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാം, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ UK നിയമങ്ങൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതനുസരിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഫൈൻ കിട്ടും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈൻ വരുന്നത് ആ കാറിന്റെ അഡ്രസ്സിലായിരിക്കും. ആ കാർ ഏതിൽ അഡ്രസ്സിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ആ അഡ്രസ്സിലായിരിക്കും. ഇനി നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ കാറിന്റെ രജിസ്ട്രേഷൻ അഡ്രസ്സിൽ താമസിക്കുന്നില്ല, നമ്മൾ വേറെ അഡ്രസ്സിലാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ നമ്മളുടെ ഫൈൻ നമ്മുടെ വീട്ടിൽ പോയി അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവർ 2-3 റിമൈൻഡേഴ്സ് അയക്കും. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ കോർട്ടിലോട്ട് പോകും. കോർട്ടിൽ പോയി CCJ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6 വർഷത്തേക്ക് ഇവിടുന്ന് അങ്ങനെ ബാങ്കിൽ നിന്നുള്ള ലോണോ വീടെടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും. എപ്പോഴും നിങ്ങളുടെ കാറിന്റെ അഡ്രസ്സ് നിങ്ങളുടെ താമസിക്കുന്ന അഡ്രസ്സ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫൈൻ വരുമ്പോൾ നമ്മൾ അറിയുകയില്ല. രണ്ടാമത് ഏറ്റവും കൂടുതൽ പേർക്ക് കിട്ടുന്ന ഒരു ഫൈനാണ് സ്പീഡിങ്ങിനുള്ള ഫൈൻ. സ്പീഡിങ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് UK ഓരോ സ്ഥലത്തും ചിലടത്ത് 20 മൈൽ, ചിലടത്ത് 30, അങ്ങനെ ഡിഫറെന്റ് സ്പീഡ് ലിമിറ്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 1 മാസം മുമ്പാണ് ആ കുട്ടിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്.
ആ ലൈസൻസ് കിട്ടിയിട്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു ദിവസം അവർ നൈറ്റ് പാർട്ടിക്ക് പോയി. കൂട്ടുകാരുമായിട്ട് എങ്ങാണ്ട് കറങ്ങാൻ പോയതായിരുന്നു. സ്ഥിരം പോകുന്ന വഴി കൂടെ തന്നെയാണ് പോയത്. പക്ഷേ ക്യാമറയുടെ കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. 20 മൈൽ സ്പീഡിൽ പോകേണ്ടടുത്ത് 26 മൈൽ സ്പീഡിൽ പോയി. അത് അങ്ങോട്ട് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും കുറച്ച് ദൂരെ പോയുള്ളൂ. അങ്ങോട്ട് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും ഈ പോയിന്റ് അടിച്ചു. 6 പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ 6 പോയിന്റ് എന്ന റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UK എത്തി ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ നമുക്ക് 6 പോയിന്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ആകും. അപ്പോൾ ആ കുട്ടിയുടെ ലൈസൻസ് ക്യാൻസൽ ആകും. ഇനിയിപ്പോൾ അത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ വീണ്ടും അത് ആദ്യം തൊട്ട് ഈ ടെസ്റ്റുകളെല്ലാം എഴുതി വീണ്ടും പാസ്സായി വരണം. ഇതിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഡൊമിസിലിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ വണ്ടി ഇല്ലാതെ ആ കുട്ടിക്ക് പോകാനൊക്കെ കഴിയില്ല. അപ്പൊ ഈ ലൈസൻസ് നഷ്ടമായി കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രോസസ് എല്ലാം ചെയ്ത് വീണ്ടും ലൈസൻസ് കിട്ടുമ്പോഴത്തേക്ക് സമയം കുറെ എടുക്കും. അന്നേരം ഒന്നുകിൽ ഈ കുട്ടി ഇനിയിപ്പോൾ ടാക്സി ആശ്രയിക്കണം, അല്ലെങ്കിൽ കൂട്ടുകാരെ ആശ്രയിക്കണം, അല്ലെങ്കിൽ ബസ്സിനെ ആശ്രയിക്കണം. അന്നേരം അത് ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ ആ കുട്ടിക്ക് വരാൻ പോകുന്നു. നിസ്സാരമായിട്ടുള്ള അശ്രദ്ധയാണ്. അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ല, പക്ഷേ നമ്മൾ ഇന്ത്യയിൽ വണ്ടി ഓടിച്ച് ആ ഒരു ശീലമായി കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ഫൈൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന നമുക്ക് ഓരോ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിന് നമ്മൾ കാണിക്കണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. നമ്മൾ സാധാ ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയുള്ള ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഡെലിവറി ഡ്രൈവറായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, ഡെലിവറിക്ക് വേണ്ടി കാർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അന്നേരം ഡെലിവറിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ലൈസൻസ് നിർബന്ധമായിട്ട് വേണം, ഇൻഷുറൻസ് നിർബന്ധമായിട്ട് വേണം. അതുപോലെ തന്നെ എയർപോർട്ടിൽ പോയി ആൾക്കാരെ പിക്കപ്പ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അന്നേരം നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫൈൻ പോകും. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഫൈൻ പോകുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മളത് കാണുന്നുണ്ട് ഒരുപാട് പേർ. അന്നേരം ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും UK എത്തിയിട്ട് 1 വർഷം കഴിഞ്ഞു, ഇവിടുത്തെ ലൈസൻസ് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഇന്ത്യയിലെ ലൈസൻസ് ഉപയോഗിച്ച് അവർ ഇൻഷുറൻസും എടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. പലരും വിചാരിക്കുന്നത് പ്രശ്നമില്ലല്ലോ, നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നാണ്. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം, നമ്മളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് വാലിഡ് അല്ലാതാകും. കാരണം നമ്മുടെ ലൈസൻസ് UK വാലിഡ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഷുറൻസ് വാലിഡ് അല്ലാതാവും. ഇൻഷുറൻസ് വാലിഡ് അല്ലാതായി കഴിഞ്ഞാൽ നല്ലൊരു ഫൈൻ ആയിരിക്കും ഇവിടുത്തെ പോലീസുകാർ തരുന്നത്. മിനിമം 6 പോയിന്റ്സ് ആയിരിക്കും നമുക്ക് സ്ട്രേറ്റ് കിട്ടുന്നത്. അതിന്റെ കൂടെ പൈസയുടെ ഫൈനും വരും. അന്നേരം അത് പ്രത്യേകം ഓർക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 1 വർഷം നമ്മുടെ ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാം. അത് കഴിഞ്ഞാൽ UK ലൈസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മദ്യപിച്ചുകൊണ്ട് ഒരു കാരണവശാലും UK വണ്ടി ഓടിക്കരുത്. മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്. വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ നിങ്ങളുടെ വണ്ടിയിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മദ്യപിച്ചുകൊണ്ടോ ഫോൺ യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങൾ വണ്ടി ഓടിക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് കാർ സീറ്റിന്റെ നിയമം അനുസരിച്ച് കാർ സീറ്റുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ കാറിൽ എത്ര പാസഞ്ചേഴ്സിനാണ് ട്രാവൽ ചെയ്യാനുള്ള പെർമിഷൻ, ഇൻഷുറൻസ് ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടുത്തെ സിഗ്നലുകൾ എല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തത് ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത്. നമ്മുടെ നാട്ടിലതുപോലെ നമ്മളിവിടെ ഓവർടേക്ക് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇവിടുത്തെ റോഡിലെ നിയമങ്ങളെല്ലാം വ്യക്തമായിട്ട് പാലിച്ച് മാത്രം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. 60,000 രൂപ വരെ ഒരു മാസം, അതായത് 600 പൗണ്ട് വരെ ഒരു മാസം ഫൈൻ അടച്ച ആൾക്കാരെ എനിക്കറിയാം ഓവർ സ്പീഡിന്റെ പേരിൽ, പുതിയതായിട്ട് വന്ന മലയാളികൾ. പാർക്കിങ്ങിന്റെ പേരിൽ 300 പൗണ്ട് വരെ, അതായത് 5 അടുത്ത് പാർക്ക് ചെയ്ത് 300 പൗണ്ട് ഫൈൻ കിട്ടിയ ഒരാളെ എനിക്കറിയാം, അതും ഒരു 2 ദിവസത്തെ കാലയളവിൽ. അതായത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പൈസ പോകാതിരിക്കണമെങ്കിൽ. ഇതൊക്കെ നമ്മൾക്ക് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പോൾ MOT കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഓടിക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ടയറിനകത്ത് പ്രഷർ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിന് 3 പോയിന്റ്സ് നമുക്ക് കിട്ടും ഫൈൻ. കാരണം നമ്മുടെ കാറിന്റെ കണ്ടീഷൻ എപ്പോഴും ചെക്ക് ചെയ്യുക നമ്മൾ വണ്ടി ഓടിക്കും. പിന്നെ എയർപോർട്ടിലൊക്കെ പിക്കപ്പ് ഡ്രോപ്പിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ചാർജുകളൊക്കെ കറക്റ്റായിട്ട് അടയ്ക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് PR ആയിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പാലിച്ചില്ലെങ്കിൽ നമ്മൾ PRന്റെ ആപ്ലിക്കേഷനുമായിട്ട് പോകുമ്പോഴൊക്കെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു രീതിയിൽ ക്യാഷ് നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ UK വന്ന ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെട്ട് അറിയാം. എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു നേഴ്സ് വിളിച്ച് പറഞ്ഞത് HMRC ആണെന്നും പറഞ്ഞ് വിളിച്ചിട്ട് അവർ പറഞ്ഞു നിങ്ങൾ കറക്റ്റായിട്ട് ടാക്സ് അടച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും, പോലീസ് വരും, പിടിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2000 പൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഈ കുട്ടി പറഞ്ഞു ഓക്കെ ഞാൻ അടച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു. അതിനകത്ത് ഏകദേശം 3000 പൗണ്ട് ഉണ്ടായിരുന്നു. ആ 3000 പൗണ്ട് അവർ അടിച്ചു മാറ്റിക്കൊണ്ട്. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇവിടെ HMRC നമ്മളെ ഒരിക്കലും വിളിക്കുകയില്ല നമ്മുടെ ടാക്സ് അടച്ചില്ല എന്ന് പറഞ്ഞു. HMRC അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് ലെറ്റർ അയച്ച് തന്നെയായിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ഒരു കാരണവശാലും HMRC എന്നാണെന്നും പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് പൈസ മേടിക്കാൻ ആരും വിളിച്ചാൽ നിങ്ങൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തേക്ക്. ഒരു കാരണവശാലും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ആർക്കും ഫോണിലൂടെ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് വിളിക്കുന്നത് നോക്കിയാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ചില പ്രശ്നമാണ്, നിങ്ങൾ ആ ബാങ്ക് അക്കൗണ്ടിലെ പൈസ എല്ലാം വേറൊരു അക്കൗണ്ടിലോട്ട് മാറ്റണം, നമ്മൾ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് പറഞ്ഞ് വിളിക്കും. അങ്ങനെ പൈസ പോയ ഒരു മലയാളി നേഴ്സിനെ എനിക്കറിയാം. ഏകദേശം അവർക്കും 2000 പൗണ്ടിന് അടുപ്പിച്ചാണ് നഷ്ടമായത്. കാരണം ഒരു കാരണവശാലും നിങ്ങൾ ബാങ്കിൽ നിന്ന് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്കിൽ നിന്ന് വിളിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവർ ചോദിക്കുകയില്ല. നമ്മുടെ മണി വേറൊരു ബാങ്കിലോട്ട് മാറ്റാനും അവർ പറയുകയില്ല. അന്നേരം അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
പിന്നെ ഇതുപോലെ തന്നെ പല കാര്യങ്ങളും മറ്റൊരു മലയാളിക്ക് പുതിയതായിട്ട് വന്നൊരു മലയാളിക്ക് ഏകദേശം 300 പൗണ്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണെന്ന് പറഞ്ഞ് വിളിച്ച് നിങ്ങൾ 300 പൗണ്ട് ഡെപ്പോസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ കിട്ടും. അങ്ങനെയല്ല, അവർ വിളിച്ചത് 3 ലക്ഷം പൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു ആ 3 ലക്ഷം പൗണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം 300 പൗണ്ട് അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കക്ഷി 300 പൗണ്ട് അയച്ചു കൊടുത്തപ്പോഴാണ് പറഞ്ഞത് അത് ചുമ്മാ ഫേക്ക് ആണെന്നുള്ളത്. കാരണം ഇങ്ങനെയും പൈസ പോകുന്നവരുണ്ട്. കാരണം അതൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം മറ്റൊരു കുട്ടി വിളിച്ചിരുന്നു. ആ കുട്ടിക്ക് പൈസ ഫൈൻ വന്നിരിക്കുന്നത് 1000 പൗണ്ടിന്റെ ഫൈനാണ് വന്നിരിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ BBC ലൈസൻസ് എടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ലൈവ് പ്രോഗ്രാം നമ്മൾ മൊബൈലായാലും കമ്പ്യൂട്ടറായാലും TV-യിലായാലും ലൈവ് പ്രോഗ്രാം കാണണമെങ്കിൽ നമ്മൾ BBC ലൈസൻസ് എടുത്തിരിക്കണം. അതിന് ഒരു വർഷത്തേക്ക് 169 പൗണ്ട് കാണ്ടാണ്. ഇതെടുക്കാതെ ലൈവ് കണ്ടു, അവർ പിടിച്ചു, 1000 പൗണ്ടിന്റെ ഫിഷ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര അടയ്ക്കണമെന്നുള്ളത് അറിയില്ല. 1000 പൗണ്ടിന്റെ ലെറ്റർ അവർക്ക് വന്നിട്ടുണ്ട്. അന്നേരം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. BBC ലൈസൻസ് എടുക്കുക. അന്നേരം നമ്മുടെ നാട്ടിലെ പോലെ അല്ല യു കെയിൽ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കണം. അതൊക്കെ പാലിച്ച് മാത്രമേ ജീവിക്കാവൂ. ഇതുപോലുള്ള കൂടുതൽ ഫൈനുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. പക്ഷെ അത് പറയണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ട ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.